കേസിലെ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നു. 24 പേരുടെ പ്രതിപട്ടികയിൽ 10 പേർ കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്നു. 14 പേരാണ് പ്രതികൾ. അതിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടുന്നുണ്ട്. പ്രതിപട്ടികയിലുള്ളവരിൽ ഇപ്പോൾ ഇത് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും എന്താണ് അവരെ അടക്കം ചെയ്ത അവരുടെ സ്മൃതി മണ്ഡപത്തിൽ അവിടെ ബന്ധുക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അന്തിമോപചാരം എന്ന് വെച്ചാൽ ഈ ഘട്ടത്തിൽ അവരെ ഓർക്കുകയാണ്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, മറ്റ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, ശരത്തിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കൾ, അമ്മയും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അവർ പുഷ്പാർച്ചന നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ സ്മൃതി മണ്ഡപത്തിൽ അമ്മമാരുണ്ട്. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, 2 പേരുടെയും ശരത്തിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് അമ്മമാർക്ക് പ്രതികരിക്കാൻ പോലും കഴിയില്ല. കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ സ്മൃതി കുടീരത്തിൽ അവർ നിൽക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ വിധിയുടെ പൂർണ്ണരൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം നിൽക്കുന്നത്, മറ്റു പ്രതികൾക്കെതിരെ കൊലക്കുറ്റമില്ല. അതുകൊണ്ട് ഇതൊരു സമ്പൂർണ്ണ വിജയമെന്ന് അവരും അവകാശപ്പെടുന്നില്ലെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, അത് തന്നെയാണ്, പൂർണ്ണ തൃപ്തിയില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ എ പീതാംബരൻ, സജി സി ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ, R ശ്രീരാഗ്, KV കുഞ്ഞിരാമൻ, മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകളെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പെരിയ കല്യോട്ടുള്ള ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും സ്മൃതി മണ്ഡപത്തിലാണ്. ഇവിടെ ഈ കുടുംബം എത്തിയിട്ടുണ്ട്, ഇരുവരുടെയും അമ്മമാരെത്തിയിട്ടുണ്ട്. അവർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, DCC പ്രസിഡന്റുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അമ്മമാരുടെ പ്രതികരണം നേരത്തെ നമ്മൾ കേട്ടിരുന്നു. കൃപേഷിൻ്റെ അമ്മ പറഞ്ഞത് ഈ വിധി CBI വന്നതുകൊണ്ടാണ് ഇത്രത്തോളമായത്. സർക്കാർ ഈ കേസ് അട്ടിമറിക്കാൻ പല കളികളും കളിച്ചു, പക്ഷേ CBI വന്നതുകൊണ്ട് മാത്രം ഇത്ര ആളുകളെയെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. CPIM-ന്റെ പ്രധാന നേതാക്കളൊക്കെ തന്നെ ഈ പ്രതികളായി മാറി. പക്ഷേ ഇനിയും ഒരുപാട് ആളുകളെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. അവർക്ക് കൂടി ശിക്ഷ നൽകണം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും, നിയമ പോരാട്ടം തുടരുമെന്നാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശിക ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ MP ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണത്തിന് ഇവിടെ ഈ സ്മൃതി മണ്ഡപത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇപ്പോൾ പ്രതികരിക്കുകയാണ്. വിജയകുമാർ, നമ്മൾ കാണുന്നത് മരിച്ച കൊല ചെയ്യപ്പെട്ട ശരത്തിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, DCCയുടെ അധ്യക്ഷനുണ്ട്, ശരത്തിന്റെയും കൃപേഷിന്റെയും അമ്മമാരുണ്ട്, ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെയുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ അല്പസമയത്തിനകം അവിടെ പ്രതികരിക്കുകയും ചെയ്യും.